അപ്പൊ പിന്നെ ഈ വഹി പിന്നീട് വഹി വരുമ്പോൾ അതിലെന്തൊരു സമാധാനമുണ്ട്. അതാണ് മഹാന്മാര് പറയുന്നത് അന്ന ഫീ ഹാലിൻ നുസൂലി വഹി ഇറങ്ങുന്നതിലുണ്ട് ഹുസൂലുൽ ഇസ്തിനാസി. കണ്ട ഹുസൂലുൽ ഇസ്തിനാസ് ഒരു ഉന്മേഷം, ഒരു ഉഷാറ് കിട്ടലുണ്ട്. കാരണം എന്താണ്? ദുഃഖിതനായി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്നത്. അതെങ്ങനെയാലും വിഷമം ഉണ്ടാവൂലേ. നമ്മളെ അടുത്ത് ഇങ്ങനെ വഹി ഇങ്ങനെ വരുന്നതിന്റെ ഇടയ്ക്ക് ഒക്കെ നിശ്ചലായി. അവർക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞൊരു സംഭവമുണ്ട്. അതെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞു, മാ ജിഅ്തനീ ഹത്തസ്തഖ്തു ഇലൈക. ജിബ്രീൽ അലൈഹി ഇസ്ലാമിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, മാ ജിഅ്തനീ ഹത്തസ്തഖ്തു ഇലൈക. ഞാനിങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കുകയായിരുന്നു, നിങ്ങൾ വരുന്നത് കാണുന്നില്ല. ഞാനിങ്ങനെ ആഗ്രഹത്തോടെ നോക്കി നിൽക്കുകയായിരുന്നു. ഇലൈക അശൂഖു. ഞാനും വല്ലാത്ത ആഗ്രഹം തന്നെ നബിയേ. അവരാ സ്നേഹത്തിന്റെ ഷൗക്കാണത്. അല്ലേ? അവര് തമ്മിലുള്ള സ്നേഹബന്ധമാണ് കാണിക്കുന്നത്. കുന്തു ഇലൈക അശൂഖു. നബിയെ, ഞാനും അങ്ങയിലേക്ക് വല്ലാത്ത ഷൗക്കായിരുന്നു, ഇഷ്ടത്തിലായിരുന്നു, വരണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. വലാകിന്നീ അബ്ദൻ മഅ്മൂറാ. ഞാനൊരു അടിമയല്ലേ, കൽപ്പിക്കപ്പെട്ട അടിമ. അല്ലാഹുവിന്റെ കൽപ്പനയ്ക്ക് വിധേയമായി പ്രവർത്തിക്കേണ്ട അടിമയായതുകൊണ്ട് ഞാൻ ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ. പക്ഷേ എന്റെ ആഗ്രഹം, എന്റെ ഷൗക്ക് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരുന്നു എന്ന് പറഞ്ഞത് കാണാൻ കഴിയും. അതാണ് അവർ തമ്മിലുള്ള കണക്ഷൻ, ബന്ധം. അതാണ്. അപ്പൊ ആ കണക്ഷൻ കുറച്ചു കാലത്തേക്ക് വിച്ഛേദിക്കപ്പെട്ടപ്പോൾ ഉള്ള വിഷമം, ആ വിഷമം നീങ്ങി വഹി വന്നപ്പോൾ, അതുകൊണ്ടാണ് തുടക്കം തന്നെ പറയുന്നത് എന്ത്? വല്ലുഹ. വല്ലുഹ എന്ന് പറഞ്ഞാൽ പകൽ സമയത്തെ തന്നെയാണ് സത്യം. അതാ പകലാണല്ലോ നമ്മള് ഈ സന്തോഷമൊക്കെ ഉണ്ടായാലും പകലല്ലേ. രാത്രി എന്ന് പറഞ്ഞാൽ ഒരു പേടിയാണല്ലോ എല്ലാവർക്കും, ഇല്ലേ? അങ്ങനെയല്ലുള്ളത്. അപ്പൊ അത് രണ്ടാമത് പറഞ്ഞു അല്ലാഹു, വല്ലൈലി ഇദാ സജാ, വല്ലുഹ വല്ലൈലി ഇദാ സജാ. കണ്ട, രാത്രി എന്ന് പറഞ്ഞ സംഗതി കണ്ട, നോക്കി നിങ്ങൾ. വഫീ സമനിൽ ഇഹ്തിബാസി. വഹി നിശ്ചലമായപ്പോഴുള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ അത് ഒരു വഹ്ശത്തിന്റെ, ഒരു എന്താണ്, ഒരു ഒറ്റപ്പെടലിന്റെ ഒരവസ്ഥയാണ്. അപ്പൊ അതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് പറയുന്നത്, വല്ലുഹാ വല്ലൈലി ഇദാ സജാ. ഇനി നോക്കൂ, മറ്റർത്ഥം പറയുന്നത് ഇവിടെ ദുഹ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നൂറു ഇൽമിഹില്ലദീ ബിഹി യഅരിഫുൽ മസ്തൂറ മിനൽ ഗുയൂബ്. കണ്ടാ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇൽമിനെ സംബന്ധിച്ച്, ഇൽമാകുന്ന നൂറിനെ സംബന്ധിച്ചാണ് ഇവിടെ വല്ലുഹ എന്ന് പറയുന്നത്. അപ്പൊ ആ നൂറ് കൊണ്ട് മറഞ്ഞു കിടക്കുന്ന കാര്യങ്ങളെ അറിയാൻ സാധിക്കും. വല്ലുഹ, ദുഹ തന്നെ പ്രശോഭിക്കുന്നതല്ലേ. ശോഭയുണ്ടാകുമ്പോൾ, പ്രകാശമുണ്ടാകുമ്പോൾ മറഞ്ഞു കിടക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ കഴിയില്ലേ? അതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ടാണ് വല്ലുഹ. ദുഹ, വല്ലുഹ പ്രശോഭിക്കുന്ന പകൽ. പകലിലാണ് എല്ലാം കാണുക നമ്മള്. രാത്രി എത്ര ലേറ്റുണ്ടെങ്കിലും ചെറിയൊരു വശത്തോളം ഉണ്ടാവും.
ചെറിയൊരു അന്ധകാരം അവിടെ ഉണ്ടാവൂലേ? എന്നാ പകലങ്ങനല്ല. പകല് നമ്മൾ റൂം അടച്ചിട്ടാലും അതിലേക്ക് പ്രകാശം കടന്നു വരുന്നത് കാണാം. എവിടുന്നാ വരുന്നറിയില്ല. അപ്പൊ നോക്കൂ നിങ്ങള് സഹോദരന്മാരെ, വല്ലുഹാ നൂറു ഇൽമിഹി അല്ലദീ ബിഹി യുറഫുൽ മസ്തൂറു മിനൽ ഗുയൂബ്. വല്ലൈൽ, രാത്രി കൊണ്ട് ഉദ്ദേശിക്കുന്നതോ അഫൂഹു അല്ലദീ ബിഹി യുസ്തറു ജമീഉൽ ഗുയൂബ്. കണ്ടാ, ഐബുകൾ ഉണ്ടല്ലോ, ഈ വൈബുകൾ അല്ലെങ്കിൽ ഐബുകൾ, അതൊക്കെ എന്ത് ചെയ്യും? മറക്കപ്പെടുന്ന അഫൂവിനെയാണ് ഇവിടെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിന്റെ അഫൂ. എന്തെങ്കിലും ദോഷങ്ങളൊക്കെ ചെയ്താൽ അള്ളാഹ് അഫൂ ചെയ്യുക, മാപ്പ് നൽകുക എന്നതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ടാണ് വല്ലൈലി. കാരണം എന്താണ്? രാത്രി നമുക്ക് വൈബുകളൊന്നും കാണൂലല്ലോ, ഐബുകളും കാണൂല. അതുകൊണ്ടല്ലേ നമ്മൾ പറഞ്ഞത് രാത്രിയൊക്കെ സൂര്യൻ ഉദിക്കുകയാണെങ്കിൽ ഇവിടെ പല ആളുകളുടെയും മുഖം മൂടി അഴിഞ്ഞു വീഴുന്നു പറഞ്ഞതുകൊണ്ടല്ലേ. എല്ലാ തമ്മാടിത്തരത്തിന്റെയും പിന്നെ ചെയ്യാൻ പറ്റുന്ന സമയം രാത്രിയാണല്ലോ. അപ്പൊ അതുകൊണ്ട് അതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് അള്ളാഹുവിന്റെ അഫൂ, ആ അഫൂവിനെ സൂചിപ്പിക്കുകയാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല നൂറാണെങ്കിലോ ആ നൂറ് എല്ലാ വൈബുകളെയും നമുക്ക് കാണിച്ചു തരും. അള്ളാഹുവിന്റെ അഫുവാണെങ്കിലോ അഫു നമ്മുടെ ന്യൂനതകളെയും വീഴ്ചകളെയും ഇവിടെ മറച്ചു വെക്കും. കണ്ട, അങ്ങനെ വേണ്ടത്. ഇൻഷാ അല്ലാഹ് അതിലേക്കൊക്കെ വരാൻ പോകുന്നുണ്ട്. ഇത് നോക്കൂ സഹോദരന്മാരെ, ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ദുഹാക്ക് ദുഹാ നിസ്കാരം എന്നുള്ള അർത്ഥമുണ്ട്. ദുഹാ നിസ്കാരത്തിന് വലിയ പ്രാധാന്യം കിട്ടാം. നമ്മൾ അൽക്കിയയിൽ പറഞ്ഞില്ല, എന്താണ് വെച്ച് എന്താണ് വസല്ലി ദുഹാ നടന്നു വരുന്നത്. ثم الضحى صلى ولا تدع الفقر. ثم الضحى صلى ولا تدع الفقر بهجوم موت والتحسر والبلاء. അവിടെ സല്ലി എന്നും പറയാം, സ്വല്ല എന്നും പറയാം, ഫിക്ർ എന്നും പറയാം, ഫക്കർ എന്നും പറയാം. കേട്ടാ, എന്താവട്ടെ. അപ്പൊ സുഹൃത്തുക്കളെ, ദുഹാ നിസ്കാരം അത് വലിയ പ്രാധാന്യമുള്ള നിസ്കാരം. അതും കൂടി പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി പറയാം. വലിയ പ്രാധാന്യമുള്ള നിസ്കാരമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് കാണാൻ കഴിയും. സ്വലാത്തുൽ അവ്വാബീൻ ഹീന തർമിദുൽ ഫിസാൽ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഈ സ്വലാത്തുൽ അവ്വാബീനാകുന്ന ദുഹാ നിസ്കാരം അത് പതിവാക്കാൻ വലിയ പ്രയാസമാണ്. നിസ്കരിക്കുന്നവരെന്നെ പതിവാക്കൂല. അത് പതിവാക്കാൻ വലിയ പ്രയാസം ഉണ്ടാവും. ഇത് പതിവാക്കണം. ഇതെപ്പോഴാണ് നിസ്കരിക്കല്? ഈ ഒട്ടകത്തിന്റെ കുട്ടിങ്ങനെ വെയില് ചൂടായി വരുമ്പോ ഇങ്ങനെ ഒട്ടകത്തിന്റെ അരുക് പറ്റി ഇങ്ങനെ കിടക്കും. അതാണ് തെർമിദുൽ ഫിസാൽ എന്ന് പറഞ്ഞത്. മനസ്സിലായ പറഞ്ഞത്? അപ്പൊ ആ സമയത്താണ് എന്ത് സ്വലാത്തുൽ അവ്വാബീനാകുന്ന ദുഹാ നിസ്കാരം. കണ്ടോ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, സ്വലാത്തുൽ ദുഹാ, ദുഹാ നിസ്കാരം തജ്ലിബുർ റിസ്ഖ വ തൻഫിൽ ഫഖ്റ. എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു 2 റക്അത്തെങ്കിലും നിസ്കരിക്കുക. എന്ന് കൂടുതൽ സമയം വേണ്ടല്ലോ, എവിടുന്ന് നിസ്കരിക്കാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു, ദുഹാ നിസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷാഫി മദ്ഹബിൽ മുഅ്തമദായ അഭിപ്രായ പ്രകാരം 8 റക്അത്താണ്. 8 റക്അത്ത് നമ്മൾ പറഞ്ഞത്. മറ്റു മദ്ഹബിലൊക്കെ വ്യത്യാസങ്ങളുണ്ട്. മാലിക്കി മദ്ഹബ് പ്രകാരം പ്രത്യേക കണക്കൊന്നുമില്ല ദുഹാ നിസ്കാരത്തിന്.
എത്രയും നിസ്കരിക്കാം. അങ്ങോട്ട് തുടങ്ങിയിട്ട് സമയം കഴിഞ്ഞ വരെ വേണമെങ്കിൽ നിസ്കരിക്കാം. തഹജ്ജുദ് നിസ്കാരം പോലെയാണ്. നമ്മുടെ തഹജ്ജുദ് നിസ്കാരത്തിന് അങ്ങനെ പ്രത്യേക കണക്കൊന്നുമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഏറ്റവും കൂടിയാൽ 8 റക്അത്ത്, അല്ലെങ്കിൽ ഏത് 12 റക്അത്ത്, 12 അല്ല, അല്ലെങ്കിൽ 2 റക്അത്ത്. 12 ആണെന്നും പറഞ്ഞവരുണ്ട്. മനസ്സിലായ പറഞ്ഞത്? ആ ഏത് ദുഹാ നിസ്കാരം അത് നമ്മുടെ റിസ്ഖിനെ അത് എത്തിക്കും. അള്ളാഹു അതിനുള്ള ഏത് സബബുകൾ നമുക്ക് തുറന്നു തരും. നല്ല ജോലി കിട്ടാൻ സാധ്യതയുണ്ട്, നല്ല ശമ്പളം കിട്ടാൻ സാധ്യതയുണ്ട്. അതൊന്നുമില്ലെങ്കിൽ നമുക്ക് രോഗങ്ങളെ തൊട്ടും മറ്റൊക്കെ നമുക്ക് മുക്തി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതാണ് തജ്ലിബുർ റിസ്ഖ, ഭക്ഷണത്തെ എത്തിക്കും. റിസ്ഖിനെ ഭക്ഷണാക്കണ്ട, അത് ആമായ അർത്ഥത്തിന് കൊടുക്കുക. നമുക്ക് കിട്ടേണ്ടത് എന്തൊക്കെയുണ്ട് അതൊക്കെയും കിട്ടും. വതൻഫിൽ ഫഖർ, ദാരിദ്ര്യത്തെ നിഷ്കാസനം ചെയ്യും. ദാരിദ്ര്യം ഉണ്ടാവൂല. അത് അള്ളാഹ് തരുന്ന കൂലിക്ക് പുറത്താണ് ഈ പറയണത് കേട്ടോ. ഇത് എല്ലാ ആളുകൾക്കും ഇത് പതിവാക്കാൻ കഴിയണമെന്നില്ല. എത്ര ആളുകൾ പരീക്ഷിച്ചു നോക്കിയിട്ടുണ്ട്. അതങ്ങനെ ഉണ്ട്. സ്വലാത്തുൽ അവ്വാബി മഗ്‌രിബിക്ക് ശേഷം നിസ്കാരമുണ്ട്. ഈ ദുഹാ നിസ്കാരത്തിന് അങ്ങനെ പേരുണ്ട്. മനസ്സിലായ? ദുഹാ നിസ്കാരത്തിന് സ്വലാത്തുൽ അവ്വാബീൻ എന്ന് പേരുണ്ട്. അത് അവ്വാബീങ്ങൾക്ക് എനിക്ക് കഴിയുള്ളൂ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുകൊണ്ടാണ് അതിന് സ്വലാത്തുൽ അവ്വാബീൻ പേര് വരാൻ കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ മറ്റൊരു ഹദീസിൽ പറയുന്നത് കാണാൻ കഴിയും. ലാ യുഹാഫിളു അലാ സ്വലാത്തിൽ ദുഹാ ഇല്ലാ കുല്ലു അവ്വാബ്. കണ്ട, അവ്വാബ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് അങ്ങോട്ട് എന്ത് ചെയ്യ, വീഴുന്ന ആളുകൾ, അള്ളാഹുവിനെ സംബന്ധിച്ച് മാത്രം എന്ത് ചെയ്യുക, അള്ളാഹുവിൽ മാത്രം ലയിച്ച് ജീവിക്കുന്ന ആളുകൾ. നമ്മളൊക്കെ ദുന്യവിയായ ആവശ്യങ്ങളും മറ്റൊക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ എന്ത് ചെയ്യും, ഒഴിവാക്കും. അവരതല്ല. അപ്പൊ ദുഹാ നിസ്കാരം എന്ന് പറയുന്നത് ലാ യുഹാഫിളു അലാ സ്വലാത്തി ദുഹാ ഇല്ലാ കുല്ലു അവ്വാബ്. കണ്ട, അതുകൊണ്ട് അതിന് അവ്വാബി എന്ന് പേര് വരാൻ കാരണം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്ന ഫിൽ ജന്നത്തി ബാബൻ. ശരിക്കും മനസ്സിലാക്കിക്കോളിൻ, ഏതെങ്കിലും ഒരു അമല് കൊണ്ട് ചിലപ്പോൾ നമ്മൾ രക്ഷപ്പെട്ടേക്കാം. ഏത് അമല് കൊണ്ടാണ് രക്ഷപ്പെടുന്നതെന്ന് പറയാൻ കഴിയില്ലല്ലോ. സമയമുള്ള ആളുകളൊക്കെയും സമയമില്ലാത്തവർ സമയമുണ്ടാക്കിയിട്ടും, സമയമുള്ളവർ അത് വെറുതെ കളഞ്ഞുകൊണ്ടുമാവരുത്. ഉള്ളവർ, സമയമുള്ളവർ നിസ്കരിക്കുക, സമയമില്ലാത്തവർ സമയമുണ്ടാക്കി നിസ്കരിക്കുക. സമയമില്ലാത്ത ആൾക്കാർ കൂലി കൂടുതലിട്ടും. നോക്കൂ സഹോദരന്മാരെ, ഇന്ന ഫിൽ ജന്നത്തി ബാബൻ, സ്വർഗത്തിനൊരു കവാടമുണ്ട്. യുഖാലു ലഹു ബാബുൽ ദുഹാ. ആ കവാടത്തിന്റെ പേര് ദുഹാ കവാടം എന്നാണ്. സ്വർഗത്തിൽ ഓരോ കവാടത്തിന് ഓരോ പേരുണ്ടല്ലോ. ബാബുർ റയ്യാൻ കണ്ട. അങ്ങനെ വ്യത്യസ്തമായ പേരുകളുള്ള കവാടങ്ങളുണ്ട് എന്ത് സ്വർഗത്തിൽ. അപ്പൊ സ്വർഗത്തിലേക്ക് അങ്ങോട്ട് ചെന്നുകഴിഞ്ഞാൽ ഫൈദാ കാന യൗമുൽ ഖിയാമത്തി നാദാ മുനാദിൻ ലൈനല്ലദീ കാനൂ യുസല്ലൂന സ്വലാത്തുൽ ദുഹാ. അവിടുന്ന് ഒരു അശരീരി കേൾക്കാം, ഒരു വിളിയാളം. നാദാ മുനാദിൻ, ഒരാൾ വിളിച്ചു പറയും, ലൈനല്ലദീ കാനൂ യുസല്ലൂന സ്വലാത്തുൽ ദുഹാ. സ്വലാത്തുൽ ദുഹാ നിസ്കരിക്കുന്നവരെവിടെ? ഹാദാ ബാബുക്കും ഫദ്ഖുലൂഹു ബിറഹ്മത്തില്ലാഹ്. ഇതാ നിങ്ങളുടെ വാതിൽ തുറന്നു കിടക്കുന്നു, അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് കടന്നോളൂ. കണ്ടാ? അതുകൊണ്ട് ദുഹാ നിസ്കാരം ഒരു 2 റക്അത്തെങ്കിലും പതിവാക്കുക. എല്ലാം പതിവാക്കണത് നല്ലതാണ്. അങ്ങനെയൊക്കെ നോക്കുമ്പോ അള്ളാഹ്ക്ക് വലിയ ഇഷ്ടം ഉണ്ടാവില്ല. നമ്മളിപ്പോ ഒരു ഹദിയ കൊണ്ടു കൊടുക്കുമ്പോ പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ ഹദിയ കൊണ്ടുകൊടുക്കുന്നതൊക്കെ ഇടക്കിടക്കൊക്കെ ഇങ്ങനെ ലാസിച്ച് കൊടുക്കണ എന്ത് സന്തോഷമായിരിക്കും കൊടുക്കാൻ.
അല്ലേ? ഈ ഖുർആൻ ഇറങ്ങിയതിനെ സംബന്ധിച്ച് തന്നെ പറയുന്നിടത്ത് മുഫസ്സിറുകൾ പറയുന്നത് കാണാൻ കഴിയും. മൂസാ നബി അലൈഹി സ്വലാമിനും മറ്റ് അമ്പിയാക്കൾക്കൊക്കെ അവർക്കുള്ള ഗ്രന്ഥവും ഏടുകളൊക്കെ ഒന്നാറ്റി ഒറ്റയടിക്കാണ്ട് ഇറക്കി കൊടുത്തില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ ഇറങ്ങിയത് നുജൂമായിട്ടാണ്, ഘട്ടം ഘട്ടമായി ആവശ്യാനുസരണമാണ് ഇറങ്ങിയിട്ടുള്ളത്. എന്താ അങ്ങനെ ഇറങ്ങാൻ കാരണം? ഒന്നായിട്ടാണ് കൊടുത്തിട്ട് പിന്നീട് പറഞ്ഞാൽ പോലെ ഇന്ന ആവശ്യങ്ങൾക്കാണ്. ജിസാൻ എന്തായിരുന്നപ്പോ കാര്യമായി ചോദിക്കാൻ തുടങ്ങി. ഇവിടെ നല്ലൊരു വിഷയം നടക്കുമ്പോ ജിസാൻ എന്തായിരുന്നു? സ്വന്തം കാര്യം നോക്കി നമ്മുടെ ഈമാൻ രക്ഷപ്പെടുത്താൻ നോക്കാന്നല്ലാതെ. അപ്പൊ സുഹൃത്തുക്കളെ, എന്തേ പറഞ്ഞത്? അപ്പോഴത്തേനും ഓരോന്ന് വരും. എന്തൊക്കെ ഞാൻ പറഞ്ഞത്? എന്താവട്ടെ, അതാണ് ഓരോ ഇബിലീസ് എന്ന പല രൂപത്തിലും വരുമല്ലോ. എന്റെ സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞത്. അപ്പോ ഇന്ന ഫിൽ ജന്നത്തി ബാബൻ യുഖാലു ലഹു ബാബുൽ ളുഹാ ഫൈദാ കാന യൗമുൽ ഖിയാമത്തി നാദാ മുനാദിൻ അയ്നല്ലദീ കാനൂ യുസല്ലൂന സ്വലാത്തുൽ ളുഹാ ഹാദാ ബാബുക്കും ഫദ്ഖുലൂഹു ബിറഹ്മത്തില്ലാഹ്. സ്വർഗത്തിന്റെ വാതിൽ എന്നെ അടക്കം തോന്നി പറഞ്ഞു ഒരു നല്ലൊരു കാര്യം. ഇനി നോക്കി നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എത്ര നിഅമത്തുകൾ നൽകിയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിന്റെ കിണപ്പുകൾ, നൂറുകണക്കിന് കിണപ്പുകളുണ്ട് നമ്മുടെ ശരീരത്തിൽ. ആ കിണപ്പുകൾക്കൊക്കെയും ശുക്ർ എന്ന നിലക്ക് പിന്നെന്ത് ചെയ്യാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, യുസ്ബിഹു അലാ കുല്ലി സുലാമ സദഖ വയുജ്സിഉ അൻ സ്വലാത്തിൽ വയുജ്സിഉ അൻ ദാലിക റക്അതാൻ യുസല്ലിഹിമാ മിനൽ ളുഹാ. കണ്ട, നമ്മുടെ ഓരോ എത്രപ്പോരം കണക്കുകളെ 366 എത്ര എനിക്ക് കണക്ക് ഓർമ്മ ഉണ്ടാ? മറന്നുപോയി. 336 എന്തൊരു കണക്കാണ്. അതിനൊക്കെയും ഉള്ള ശുക്റാണ് എന്ത്? നമ്മുടെ ഓരോ നോക്കി നിങ്ങൾ ആലോചിച്ച്, നമ്മളെ കാലിലെ മുട്ടിന് വേദന വന്നാൽ മടക്കാനും നിർത്താനും വയ്യ, ഇരിക്കാൻ വയ്യ, കിടക്കാൻ വയ്യ. എന്താ സുബ്ഹാനല്ലാഹ്, അല്ലാഹു എത്ര വലിയ അനുഗ്രഹമാണ് ചെയ്തിട്ടുള്ളത്. ഇഷ്ടാനുസരണം നമ്മുടെ കൈകൾ മടക്കാനും ഒടിക്കാനും ചിരിക്കാനും ഒക്കെ കഴിയുന്നില്ലേ? ആ ചെയ്തു തന്ന നിഅ്മത്തുകൾക്കുള്ള ശുക്റാണ് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക, ദുഹാ. ഇനി അതുമായി ബന്ധപ്പെട്ട് ധാരാളം പറയാനുണ്ട്. ഇതിലേക്കും കടക്കൽ ഏതൊക്കെ സൂറത്ത് ഓതണൊക്കെ എല്ലാവർക്കും അറിയണതാണ്. സാധാരണ ഇവിടെ നമ്മള് പിന്നെ ഫിഖ്ഹിന്റെ ക്ലാസ്സിലും മറ്റൊക്കെ ചർച്ച ചെയ്യുന്നതായതുകൊണ്ട് പിന്നെ അതിലെന്താ ഓതേണ്ടത്, എന്താ ചെല്ലേണ്ടത്, ദുഹാ നിസ്കാരത്തിന് ശേഷം എന്താണ് ദുആ ചെയ്യേണ്ടത്, അതൊക്കെയും നമ്മൾ സാധാരണ കേൾക്കണതാണ്. അതുകൊണ്ട് പിന്നെ എന്ത് ചെയ്യുക, അത് പഠിക്കാൻ ശ്രമിക്കുക. ഇനിയിപ്പോ ദുആ എന്നിപ്പോ അത് പ്രത്യേകം വന്ന ദുആകളും ദുആന്നില്ലെങ്കിലും കുഴപ്പമില്ല. 2 റക്അത്ത് നിസ്കരിക്കാനെങ്കിലും ശ്രമിക്കും. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നോക്കൂ നിങ്ങൾ സഹോദരന്മാരെ, നോക്കൂ സഹോദരന്മാരെ, അപ്പോ ആ അർത്ഥവും ഇതിനുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. മനസ്സിലായോ? അതാ പറഞ്ഞ മഹാന്മാര് പറയുന്നു. നോക്കൂ നിങ്ങൾ, വല്ലുഹാ വല്ലൈലി ഇദാ സജാ യഅനി, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇബാദഹുല്ലദീന യഅ്ബുദൂനഹു എന്നർത്ഥമുണ്ട്. ഈ വല്ലുഹ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇബാദഹുല്ലദീന യഅ്ബുദൂനഹു ഫീ വഖ്തിൽ ളുഹാ. കണ്ട, ദുഹാ സമയത്ത് അല്ലാഹുവിനെ ഇബാദത്ത് എടുക്കുന്ന അടിമകളാണ് ഇവിടെ ദുഹാ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെയോ വല്ലൈലി ഇദാ സജാ വഇബാദഹുല്ലദീന യഅ്ബുദൂന ബില്ലൈലി ഇദാ അസ്ലമാ. രാത്രിയിൽ ആരും കാണാതെ
ഈ സജ എന്ന് പറഞ്ഞാൽ മൂടപ്പെട്ട അവസ്ഥയാണ്. എവിടെന്നും ശബ്ദങ്ങൾ കേൾക്കുന്നില്ല. മൃഗങ്ങളും പക്ഷികളും എല്ലാവരും നിശ്ചലമാണ്. ഒരു ശബ്ദവും കേൾക്കുന്നില്ല. ആ സമയത്ത് എഴുന്നേറ്റ് തന്റെ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് നിസ്കരിക്കുന്ന ആബിദീകളില്ലേ, അതാണ് ഇവിടെ വല്ലൈലി ഇദാ സജ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എനിക്ക് മനസ്സിലാക്കണം. അതായത് യഅനി വഇബാദഹു അല്ലദീന യഅ്ബുദൂന ബില്ലൈലി ഇദാ അദ്ലമ, രാത്രിയുടെ യാമങ്ങളിൽ അരുമറിയാതെ അല്ലാഹുവിന്റെ ഇബാദത്തെടുക്കുന്ന അടിമകളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അവർക്ക് ശറഫുണ്ട്, മഹത്വമുണ്ട് എന്ന് സൂചിപ്പിക്കാനാണ്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്നവരായിരുന്നല്ലോ. കണ്ട നിങ്ങൾ. ഇനി മറ്റൊരർത്ഥം പറഞ്ഞെന്താണോ? ളുഹ എന്ന് പറഞ്ഞാൽ യഅനി അന്നൂർ അല്ലദീ ഫീ ഖുലൂബിൽ ആരിഫീന, ആരിഫീങ്ങളായ ആളുകളുടെ ഖൽബിലുള്ള നൂറിനാണ് ളുഹ എന്ന് പറയുക. സുബ്ഹാനല്ലാഹ്. അതേത് പ്രകാരം ഹൈഅത്തിൻ നഹാർ, പകലങ്ങനല്ലേ? പകലിങ്ങനെ എല്ലാം കാണാതെ തെളിഞ്ഞ അന്തരീക്ഷമല്ല പകൽ. ആരിഫീങ്ങളുടെ ഹൃദയം എങ്ങനെയാണ്? അവർക്ക് ആക്ഷേപങ്ങൾ അവർക്ക് പ്രശ്നമല്ല. അതേ പ്രകാരം തന്നെ ആരോപണങ്ങൾ അവർ മുഖവിലക്കെടുക്കില്ല. അവർ തെളിഞ്ഞ പകൽ പോലെ വിശാലമാണ് അവരുടെ ഹൃദയം, ആരിഫീങ്ങളുടെ ഹൃദയം. എന്തെല്ലാം ഫിത്ന ലോകത്തുണ്ടാക്കുന്നു. മുമ്പൊരു മൊയ്തേരെ പറ്റി മൂപ്പരിങ്ങനെ ഖുർആൻ ക്ലാസ് ഇങ്ങനെ എടുത്തു പോവുകയാണ്. അപ്പൊ അങ്ങനെ ഖുർആൻ ക്ലാസ് ഇങ്ങനെ എടുത്തു പോകുമ്പോ ആരും കുറ്റം പറച്ചിലൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ എന്ത് ചെയ്യുന്ന ഖുർആൻ ക്ലാസ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അന്നത്തെ കാലത്ത് ഖുർആൻ ക്ലാസ്സിന് പേരുണ്ടായതും അതുകൊണ്ട് തന്നെയാണ്. അങ്ങനെ ഖുർആൻ ക്ലാസ് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഏതോ ഒരാൾ മൂപ്പനെ പറ്റി ചെറുതായി ഏതോ ഒരു പുസ്തകത്തിൽ എഴുതി. എഴുതിയോടുകൂടെ പിന്നെ പ്രസംഗത്തിലും ക്ലാസ്സിലും ഖുർആൻ ക്ലാസ്സിലും ഒക്കെ പിന്നെ എഴുതിയ ആളെ പറ്റിയല്ല പറഞ്ഞത്, ആ എഴുതിയ ആളുടെ പ്രസ്ഥാന നായകനെ ആക്ഷേപിക്കുന്ന രീതിയിലേക്ക് അദ്ദേഹത്തിന്റെ സ്വഭാവം മാറിക്കഴിഞ്ഞു. അതോടുകൂടെ ഖുർആൻ ക്ലാസും വെള്ളത്തിനായി. ഇവ ഖുർആൻ പണ്ഡിതൻ എവിടെയെന്ന് തന്നെ അറിയില്ല സുഹൃത്തുക്കളെ. അതെന്തുകൊണ്ടാണത്? ആക്ഷേപങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാത്ത മനസ്സാണ്, വിശാലമായ മനസ്സല്ല. വല്ലൈലി വന്നുഹാ, ളുഹ എന്ന് പറഞ്ഞാൽ അതായത് ആരിഫീങ്ങളുടെ ഹൃദയത്തിലുള്ള നൂറാണ്. നൂറാകുമ്പോൾ അവിടെ പിന്നെ ഇരുളുണ്ടാകൂല, അതുപോലെ തന്നെ കറയുണ്ടാകില്ല. ഒക്കെ പ്രശോഭിതമാണ് ഹൃദയം. ആക്ഷേപിക്കുന്നവരുടെയും അധിക്ഷേപിക്കുന്നവരുടെയും അസൂയാനുക്കളുടെയും ഫിത്നക്കാരുടെയും ഒന്നും അവരുടെ പ്രവർത്തനങ്ങളൊന്നും യേശുക പോലുമില്ല. തന്റെ പ്രവർത്തന ഗോതയിൽ അനിസ്യൂതം നനവരതം മുന്നോട്ട് 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 ഗമിച്ചുകൊണ്ടിരിക്കും. കണ്ട നിങ്ങൾ അല്ലേ? ശൈഖുനാ കാന്തപുരം ഉസ്താദ് നോക്കി നിങ്ങൾ, എന്തൊരു വിശാലമായ ഹൃദയത്തിന്റെ ഉടമയാണ്. ഞാൻ ആലോചിച്ചു നോക്കുകയാണ്. ഇപ്പൊ അടുത്തുന്നാളൊരു ഒരു പരിപാടിയില് നമ്മളെ ഈ സുന്നി ഗ്ലോബലിലുള്ള കുറച്ച് ആൾക്കാരാണല്ലോ ഇപ്പോഴത്തെ ഉണ്ടായിരുന്ന സുന്നി ഗ്ലോബൽ ഉത്തരവാദിയല്ല, ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാരാണല്ലോ ഇപ്പൊ ഈ ഫിത്തനന്റെ തുടക്കക്കാര്, ഇപ്പൊ നടക്കുന്ന ഫിത്തനന്റെ. എ പി ഉസ്താദ് ഇപ്പൊ അടുത്ത് നിങ്ങൾ കേട്ടില്ലേ, നമ്മളെ ഒരു ലൈവ് പരിപാടിയിൽ നമ്മളെന്തോ സുന്നി ഗ്ലോബൽ മുഖേന 1000 റുപ്യ 16 റുപ്യ കൊടുത്തപ്പോ ഉസ്താദ് എന്താ പറഞ്ഞത്? 10,000 ഒന്നും സുന്നി ഗ്ലോബല് തന്നാ പോലെ 1,00,000 റുപ്യെങ്കിലും തരണമെന്ന്. നിങ്ങൾ ഏതെങ്കിലും മനുഷ്യന്മാരാണെങ്കിൽ ഈ ആദി ഫിത്തന മുഴുവൻ ഉണ്ടാക്കി എന്ന നിലയ്ക്ക് സമ്മതി നമ്മൾ ഉത്തരവാദിയല്ലെങ്കിലും ഒരു ചെറിയ കറങ്കിലും ഉണ്ടാവൂലേ? ആ വാക്ക് പ്രയോഗിക്കാൻ പഠിക്കൂലേ? ഉസ്താദ് അവിടെയും പറഞ്ഞെന്താണ്? സുന്നി ഗ്ലോബല് 10,000 തന്നാ പോരാ, 1,00,000 റുപ്യെങ്കിലും തരണം. ഉണ്ടാ 1,00,000 റുപ്യ കൊടുക്കാൻ തയ്യാറല്ലേ നിങ്ങൾ? നോക്കൂ സഹോദരന്മാരെ,
അപ്പോ അതാണ് ഏത് വന്നുഹാ യഅനിയൻ നൂറല്ലദീ ഫീ ഖുലൂബിൽ ആരിഫീൻ. ആരിഫീങ്ങളുടെ ഹൃദയത്തിലെ പ്രകാശമാണ്. അതേത് പ്രകാരമാണെന്നറിയുമോ? കഹൈഅത്തിൻ നഹാർ, പകല് പോലെയാണ്. പകല് പ്രകാശപൂരിതമായതുകൊണ്ട് വിശാലമാണ്. എന്നാൽ വല്ലൈലി ഇദാ സജാ, വല്ലൈലി ഇദാ സജാ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നു യാനി അസ്സവാദല്ലദീ ഫീ ഖുലൂബിൽ കാഫിരീന കകായിഹത്തിൽ ലൈൽ. വല്ലൈലി, കാഫിരീങ്ങളുടെ ഇരുണ്ട ഹൃദയം, സങ്കുചിതമായ മനസ്സുള്ള കാഫിരീങ്ങളുടെ ഹൃദയം, ആ ഹൃദയത്തിലേക്ക് സത്യം ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയില്ല. അത് കഹൈഅത്തിൽ ലൈലി, രാത്രി മൂടപ്പെട്ടതുപോലെയാണ്. രാത്രി എങ്ങനെയാണല്ലോ, മാറ്റിയാണ്ട് ഇരുൾ മുറ്റിയതായി കഴിഞ്ഞാൽ പിന്നെ അവിടേക്കൊന്നും കിടക്കൂല. കണ്ടോ? അതന്നെയാണ് ഈ നിഫാക്ക് ഹൃദയത്തിൽ, കാഫിർ തന്നെ ഇതിൽ മുനാഫിക്കുമ്പോഴും നിഫാക്ക് ഹൃദയത്തിൽ കടന്നുകൂടിയാല് പിന്നെ ഓൻ എന്ത് ചെയ്യണം, എന്ത് പറയണം എന്നത് വലിയൊരു ഷെയ്ഖ് ഉണ്ട് ഇവിടെ. വലിയ ഷെയ്ഖാണ്, സൂക്ഷ്മാലുക്കുമായ ഷെയ്ഖാണ്. ഇപ്പൊ ഞാൻ ഇവിടെ ഫേസ്ബുക്കിൽ ഇപ്പൊ കണ്ട് സൂക്ഷ്മാലുവായ പണ്ഡിതൻ. ആ പണ്ഡിതനെ കൂടി നിന്നിട്ട് ഗീബത്ത് പറഞ്ഞതേ ഞാനിങ്ങനെ ആലോചിച്ച് ചോദിച്ചു. ഞാൻ വലിയ പേരിന്റെ മുമ്പ് ഒരു ദാരക്കുണ്ട്, പേരിന് മുമ്പ് ഒരു ദാരക്കുള്ള പണ്ഡിതനാണ്. ആ പണ്ഡിതനെ പറ്റി ഫേസ്ബുക്കിൽ അതേപോലെ നമ്മളെ എന്താണ് ഈനാമ്പേച്ചി, എന്താണ് മരപ്പട്ടിക്ക് ഈനാമ്പേച്ചി കൂട്ടുകാരനേ, മരപ്പട്ടിക്ക് ഈനാമ്പേച്ചി കൂട്ട് എന്ന് പറഞ്ഞ കാര്യന്നല്ലാതെ ഒരു മരപ്പട്ടി അതിനും കൂടെ ഈനാമ്പേച്ചിയും അപ്പൊ ഈ മരപ്പട്ടി വരെയാണ് ഈനാമ്പേച്ചിയെ പറ്റി സൂക്ഷ്മാലുവായ പണ്ഡിതൻ. ഈ സൂക്ഷ്മാലുവായ പണ്ഡിതൻ ചെയ്യുന്ന എന്താണ്? കൂടി ഇന്നുകാണ്ട് എന്ത് ചെയ്യുക, ഗീബത്ത് വരെയ വേറൊരു പണ്ഡിതന്റെ. എന്ത് സൂക്ഷ്മതയാണ് എവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ സൂക്ഷ്മത. അപ്പൊ നിഫാഖ് ഹൃദയത്തിൽ കടന്നുപോയാല് പിന്നെ അവന് എങ്ങനെയൊക്കെ തകർക്കാൻ കഴിയുമോ എന്നാണ് അവൻ ചിന്തിക്കുക. അതിനു വേണ്ടി ക്ലിപ്പുകൾ കട്ടെടുത്തുകൊണ്ട്, കഷ്ണം മുറിച്ചുകൊണ്ട്, മറ്റ് സംഭാഷണങ്ങൾ ചേർത്തിക്കൊണ്ട് അവൻ പ്രസിദ്ധീകരിക്കും, ഫിത്നയിൽ അകപ്പെടുത്തും. ഉണ്ടെങ്കിൽ ഇപ്പൊ പലരും രംഗത്തിറങ്ങുന്നുണ്ട്, കൈ കഴുകാനായിട്ട് പലരും രംഗത്തിറങ്ങാണ്. ശൈഖുനാ പൊന്മുള ഉസ്താദിന് എങ്ങനെയെങ്കിലും പ്രസ്ഥാനത്തിൽ നിന്ന് അടർത്തി മാറ്റണമെന്ന് ചിന്തിച്ചുകൊണ്ട് ഷേർ മുബാറക്കിനെ എതിർത്തവരും ഉണ്ടിക്കൂട്ടത്തിൽ എന്ന കാര്യം നമ്മൾ മറക്കാൻ പാടില്ല. രാമന്തടി അടക്കമുള്ള ആളുകൾ കണ്ടാ, അങ്ങനെയുണ്ട് കുറച്ച് ആൾക്കാർ. എങ്ങനെയെങ്കിലും പൊന്നോസ്ഥാനം ഒന്ന് അടർത്തി മാറ്റണം, നമുക്ക് ഇതിന്റെ നേതൃത്വ സ്ഥാനം എന്ത് ചെയ്യാൻ പിടിച്ചടക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് ഷേർ മുബാറക്കിനെ എതിർത്തുകൊണ്ട് എന്ത് ചെയ്യാ, നേരത്തെ പറഞ്ഞ വ്യക്തിയിൽ നിന്ന് ഈ പിന്നെ എന്ത് ചെയ്യുക, കൈക്കലാക്കാൻ ശ്രമിച്ചവരുമുണ്ട്. ഇപ്പൊ എല്ലാവരും കൈ കഴുകുകയാണ്. പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് ചെയ്യണ്ടേ? അപ്പൊ നിഫാഖ് ഹൃദയത്തിൽ കൊടുന്നു കഴിഞ്ഞാൽ അത് ഇരുള് പോലെയാണ്, മൂടപ്പെട്ടു കഴിഞ്ഞു. അതാണ് ഇവിടെ വല്ലൈലി ഇദാ സജാ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന യാനി അസ്സവാദല്ലദി ഫീ ഖുലൂബിൽ കാഫിരീൻ, കാഫിരീങ്ങളുടെ ഹൃദയത്തിൽ പിടിപെട്ട ഏത് പിടിപെട്ട കറുത്ത സങ്കുചിതത്വം, അത് കഹൈഅത്തിൽ ലൈലി, രാത്രിയുടെ ഹൈഅത്ത് പോലെയാണത്. അതിലേക്ക് സൂചിപ്പിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ലൈലി ഇദാ സജാ എന്ന് പറഞ്ഞത്. ഈ സൂറത്ത് ഇറങ്ങാൻ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, വഹീ മുർമിവേദാണെന്ന്. അപ്പൊ ആൾക്കാരൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങി, ഇപ്പൊ ഇവിടെ പോയി പലരും പല രീതിയിൽ പരിഹസിക്കാൻ തുടങ്ങി. ഇപ്പൊ നമ്മളെ ആൾക്കാരുണ്ടല്ലോ, ഇപ്പൊ ചെറിയൊരു ഒരു പിന്നെ വടി കിട്ടിയപ്പോ പരിഹസിക്കുന്നത് പോലെ പലരും പരിഹസിക്കാൻ തുടങ്ങി. അപ്പോഴാ അള്ള പറഞ്ഞെന്ന് അറിയോ, മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. ഇവിടെ നോക്കി നിങ്ങൾ,
അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനിപ്പോ ഇവിടെ ളുഹാനെ മുന്തിച്ചു, ലൈലിനെ പിന്തിച്ചു. വല്ളുഹ വല്ലൈലി എന്ന് പറഞ്ഞു. ഇതിന്റെ മുമ്പുള്ള സൂറത്തിൽ പിന്നെ പറയുന്നത് എന്താണ്? വല്ലൈലി ഇദാ യഗ്ഷ എന്നാണ്. ആദ്യം ലൈലിനാണ് ഇല്ല, അങ്ങനെയല്ല ഉള്ളത്. വന്നഹാരി ഇദാ തജല്ല എന്താ ആദ്യം അതിന്റെ മുമ്പുള്ള സൂറത്തിൽ പറഞ്ഞു വല്ലൈലി ഇദാ സജ, അല്ല വല്ലൈലി ഇദാ തഗ, അങ്ങനെ പറഞ്ഞപ്പോ വല്ലൈലി ഇദാ യഗ്ഷ വന്നഹാരി ഇദാ തജല്ല എന്നാ പറഞ്ഞു. എന്നാ ഇതിന് പറഞ്ഞതോ ഇവിടെ ളുഹ പകൽ സമയത്തെ മുന്തിക്കുകയും രാത്രിയെ പിന്തിക്കുകയും ചെയ്തു. എന്താ കാരണം എന്നറിയോ സുഹൃത്തുക്കളെ? ഇവിടെ അങ്ങനെ പിന്തിക്കാൻ കാരണം മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നതിന് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. ഈ സൂറത്തിന് സൂറത്ത് മുഹമ്മദ് എന്നൊരു പേരുണ്ട്. സ്വല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്, ഇതിന് സൂറത്ത് മുഹമ്മദ് എന്ന പേരുണ്ട്. എന്നാൽ സൂറത്തുൽ ലൈലിന് സൂറത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന പേരുണ്ട്. അപ്പൊ അവിടെ ഖദ്ദിമൽ ലൈലു അല്ലെങ്കിൽ ഖദ്ദമൽ ലൈല അലൻ നഹാരി, നഹാറിനേക്കാൾ ആ സൂറത്തിൽ ലൈലിനെ രാത്രിയെ മുന്തിച്ചത്. എവിടെ? ഫീ സൂറത്തി അബീബക്കർ, സൂറത്ത് അബൂബക്കറില് പകലിനേക്കാൾ രാത്രിയെ മുന്തിച്ചത്. ലിഅന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സബഖഹു കുഫ്റുൻ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് കുഫ്ർ മുന്തിയിരുന്നു. അതുകൊണ്ട് കുഫ്റിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട് ആദ്യം ലൈലിനെ പറഞ്ഞു. വഹുന ഇവിടത്തിൽ വല്ലുഹാ വല്ലൈലി ഇദാ സജാ എന്നുള്ളയിടത്ത് ളുഹ എന്നതിനെ മുന്തിക്കാൻ കാണാൻ ഈ സൂറത്തിന് സൂറത്ത് മുഹമ്മദ് എന്നും പേരുണ്ടല്ലോ. ഇവിടെ ളുഹ എന്നതിനെ മുന്തിക്കാൻ കാരണം ഖദ്ദമ ളുഹ ലിഅന്ന റസൂല അലൈഹിസ്സലാം മാ സബഖഹു ദംബുൻ, റസൂലുള്ളാഹിക്ക് ഒരിക്കലും തന്നെ ദംബ് പോലും മുൻകടന്നിട്ടില്ല. കുഫ്ർ പിന്നല്ലേ? ദംബ് ദോഷം എന്ന് പറയുന്ന സംഗതി പോലും മുൻകടന്നിട്ടില്ല. അതിലേക്ക് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഇവിടെ വല്ലുഹ എന്ന്, സൂറത്ത് മുഹമ്മദിൽ വല്ലുഹ എന്നും സൂറത്ത് വല്ലൈലിയിൽ ഏതിനെയും മുന്തിച്ചത്. വല്ലൈലി പറയാൻ കിട്ടുന്നില്ലല്ലോ. വല്ലൈലി യഗ്ഷ എന്ന് പറഞ്ഞു. നോക്കൂ സഹോദരന്മാരെ, കണ്ട. പിന്നെ മറ്റൊന്നും കൂടി ഒരു സൂചന ഉണ്ടെന്നാ പറഞ്ഞത്. അവിടെ ആരായിരിക്കും നോക്കി നിങ്ങൾ സഹോദരന്മാരെ, ഇതിന് മറ്റൊരു സൂചനയും കൂടിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ഇടയിൽ വേറെ ഒരു വാസിത ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ പിന്നെ ആ സ്ഥാനത്ത് വരേണ്ടത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണെന്ന സൂചനയുണ്ട്. കണ്ട നിങ്ങൾ അവിടെ എഴുതി നോക്കൂ നിങ്ങൾ. ഔ അന്ന സൂറത്തുൽ ലൈൽ സൂറത്തു അബീബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വസൂറത്തുൽ ലഹാ സൂറത്തു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലം യജ്അൽ ബൈനഹുമാ, രണ്ടിന്റെയും ഇടയിൽ ആക്കിയില്ല. വാസിതതൻ ബൈന മുഹമ്മദ് വലം യജ്അൽ ബൈനഹുമാ, രണ്ടിന്റെയും ഇടയിലില്ല. വാസിതത്തുൻ ബൈന മുഹമ്മദ്, വാസിതയില്ല ബൈന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വബൈന അബീബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അത് കുറവുണ്ട് അവിടെ ഈ ഭാഗത്ത്, ഇതൊരു കുറവുണ്ടാവും അത് തോന്നുന്നു. നോക്കി നിങ്ങള് എന്തിനാണ് അങ്ങനെ തുമ്മ നോക്കി നിങ്ങള് തുമ്മമാ ജാന ബൈനഹുമാ വാസിത. ഈ രണ്ട് സൂറത്തിന്റെയും ഇടയിൽ വാസിത്ത കൊണ്ടുവന്നി, വേറെ സൂറത്ത് കൊണ്ടുവന്നില്ല. എന്തിനാണ്? ലിയഅലമ അല്ലെങ്കിൽ ലിയുഅലമ, അറിയിക്കാൻ വേണ്ടിയാണ്. അന്നഹു ലാ വാസിതത ബൈന മുഹമ്മദിൻ വ അബീ ബക്കർ സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്. എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? ലിയുഅലമ, അറിയിക്കാൻ വേണ്ടിയാണ്. അന്നഹു ലാ വാസിതത ബൈന മുഹമ്മദിൻ വ അബീ ബക്കർ,
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഇടയിൽ വാസിതയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ പിന്നെ ആ സ്ഥാനത്ത് ഖലീഫയായി വരേണ്ടത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് എന്നതിലേക്ക് സൂചനയാണ്. നോക്കൂ സഹോദരന്മാരെ, ഇനിയൊന്ന് ധാരാളം പറയാനിട്ടാ. അപ്പൊ ഒന്ന് രണ്ട് വിഷയങ്ങൾ ഇങ്ങനെ പറയുന്നുള്ളൂ. ഇവിടെ ഈ വഖ്ത് നഹാർ ളുഹ എന്ന് പറഞ്ഞാൽ നമ്മൾ പകൽ സമയം എന്നല്ല പറഞ്ഞത്, അത് സന്തോഷത്തിന്റെയും റാഹത്തിന്റെയും സമയമാണല്ലോ. അന്നന്നഹാർ വഖ്തു സുറൂരി വറാഹ, സന്തോഷത്തിന്റെയും ഉന്മേഷത്തിന്റെയും സമയമാണ് പകൽ സമയം. അതുകൊണ്ട് ളുഹ എന്ന് പറഞ്ഞു. രണ്ടാമത് പറഞ്ഞു വല്ലൈലി ഇദാ സജാ വഖ്തുൽ വഹ്ശതി വൽ ഗം, ടെൻഷന്റെയും മുഷിപ്പിന്റെയും മറ്റും സമയമാണ് രാത്രി. രാത്രി ഇപ്പൊ നമ്മളെ റൂമിൽ ഒരാൾ ഇങ്ങനെ നമ്മൾ ഉറങ്ങുന്ന കട്ടിലിന്റെ അടുത്ത് ഇങ്ങനെ ഒന്നും നമ്മളെ സ്ത്രീ എന്താവും, എത്ര വലിയ ധൈര്യശാലി ഒന്നിട്ടി പോലെ. കാരണം എന്താ, രാത്രിയാണെന്ന് പകരാണെങ്കിൽ നട്ടിട്ടുണ്ടാവുമോ? ഇല്ലല്ലോ, അല്ലേ കൂട്ടുകാരെ? അതാ പറയുന്നത് എന്ത്, പിന്നെ അതുകൊണ്ട് എന്ത് ഒല്ലൈലി ഇദാ സജാദ് ഹുവ ഇശാറത്തുൻ ഇലാ അന്നൽ ഹുമൂമ ദുനിയ. അവിടെ മറ്റൊരു പോയിന്റ് ഉള്ളത് എന്താണ്, ഫഹുവ ഇങ്ങനെ വദ്ദുഹ വല്ലൈലി ഇദാ സജാ എന്ന് പറയുന്നതിലുണ്ട് ഇശാറത്തുൻ ഇലാ അന്ന ഹുമൂമ ദുനിയ, ദുന്യാവിലെ ഹമ്മുകള്, മുഷിപ്പുകള്, ടെൻഷനുകള്, അത് എന്താണ്, അദ്വമു മിൻ സുറൂരിഹാ, ദുന്യാവിലെ സന്തോഷത്തിനേക്കാളും ടെൻഷനുകളായിരിക്കും ഉണ്ടാവുക. എപ്പോ നോക്കിയാലും ടെൻഷൻ. നമ്മൾ ഇങ്ങനെ ചിന്തിച്ചു നോക്കി, നമ്മൾ അങ്ങനെ ഉണ്ടാവലെന്ന് മനുഷ്യന്മാരുടെ സ്വഭാവം അതാണ്. ടെൻഷനെ സംബന്ധിച്ചാണ്, എന്തെങ്കിലും പ്രശ്നങ്ങളെ സംബന്ധിച്ചാണ് കൂടുതൽ ചിന്തിക്കുക. ഇപ്പൊ ഉദാഹരണം പറയാം, നല്ലൊരു ജോലിയുള്ള മനുഷ്യന് ആ ജോലി കിട്ടിയതിനെ സംബന്ധിച്ചോ അതിന് കിട്ടുന്ന അനുഗ്രഹത്തെ സംബന്ധിച്ചോ കൂടുതൽ ചിന്തിക്കൂല. അഥവാ ജോലി പോകുന്നു എന്ന് കണ്ടാൽ, അല്ലെങ്കിൽ ആ ഫിനിഷിംഗ് എന്ന് കാണുമ്പോൾ പിന്നെന്തായാകെ ടെൻഷനായി. കണ്ട നിങ്ങൾ സഹോദരന്മാരെ, അതാണ് പറയുന്നത് ഫഇന്നല്ലുഹ സാഅത്തുൻ, ളുഹ എന്ന് പറഞ്ഞ ഒരു ആണെങ്കിലോ സാത്തുകളാണ്. സമയം ധാരാളമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. എന്താണ് ഈ ഹമ്മാണ് കൂടുതൽ പറയാൻ കാരണം, അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിനെ പടച്ചോലോ. അർശിനെ പടച്ചപ്പോ ലമ്മാ ഖലഖല്ലാഹുൽ അർശ, അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിനെ പടച്ചപ്പോൾ അവല്ലത്ത് ഗമാമത്തുൻ സൗദാ, ഒരു കറുത്ത ഒരു മേഘം അതിനിങ്ങനെ അർശിന്റെ മുകളിൽ ഇങ്ങനെ എന്താക്കി, ഇങ്ങനെ ഇങ്ങനെ നിന്നു. യസാരിഹി, അർശിന്റെ ഇടതു ഭാഗത്ത്, അതിന്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ നിന്നു. അപ്പോ അങ്ങനെ നിൽക്കുമ്പോ ഈ മേഘം ചോദിക്കുകയാണ്, എന്ത്, വനാദത് മാതാ അംതിറു, ഞാൻ എന്താണ് വർഷിക്കേണ്ടത് എന്ന് ചോദിച്ചു. ഫൗജീബത് അംതിരി അൽ ഹുമൂമ വൽ അഹ്സാൻ. കണ്ടാ, അൻ അംതിരിൽ ഹുമൂമ, അവിടെ അടിച്ചുള്ളത് കണ്ടാ, അൻ അംതിരിൽ ഹുമൂമ വൽ അഹ്സാൻ. കണ്ടാ, ദുഃഖങ്ങളും ടെൻഷനുകളും ഒക്കെ അങ്ങോട്ട് വർഷിച്ചു കൊടുക്കുന്നത്. മിയത്ത സന 100 കൊല്ലം എന്ന് പറഞ്ഞു. 100 കൊല്ലം അങ്ങോട്ട് വർഷിച്ചൂട് അതിന്റെ മേലിൽ, ഈ അർശിന്റെ മേലില്. അതിലൊക്കെ ലാഹിർ മുറാദാവൂല. നോക്കി നിങ്ങൾ സഹോദരന്മാരെ, സുമ്മ ബാദാലിക, പിന്നെയും ഇതിങ്ങനെ എന്ത് ചെയ്യാണ്, സുമ്മൻ കശഫത്, പിന്നെ എന്ത് ചെയ്തു, ഈ കാർമേഘം പോയി. ഫൗമിയത്ത്, വീണ്ടും കൽപ്പിക്കപ്പെട്ടു. മറത്തൻ ഉഖ്റ, വീണ്ടും എന്ത് ചെയ്ത് ഈ കാർമേഘത്തോട് കൽപ്പിക്കപ്പെട്ടു. ഇതാലിക്ക, ഇങ്ങനെ വർഷിക്കാൻ തന്നെ. ഹാക്കദാ ഇലാ തമാമി 300 സന. നോക്കി നിങ്ങൾ, 300 പ്രാവശ്യം എന്ത് ചെയ്ത്, 300 കൊല്ലം ഇത് ആവർത്തിച്ചു എന്ന് പറയുന്നത്. ടെൻഷനും ദുഃഖവും. ഇപ്പൊ രാജ്യത്തിന്റെ അവസ്ഥ നോക്കി നിങ്ങൾ, എവിടെ നോക്കിയാലും പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, കൊലപാതകങ്ങൾ, വെടിവെപ്പുകൾ, കലാപങ്ങൾ,
നാട്ടില് കലാപം, വീട്ടില് കലാപം, കുടുംബത്തിൽ കലാപം, രാജ്യത്ത് കലാപം, രാജ്യങ്ങൾ തമ്മിൽ കലാപം, അതിർത്തിയിൽ കലാപം, അങ്ങനെ തുടങ്ങി സംഘടനയിൽ കലാപം, രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ കലാപം, രാഷ്ട്രീയ പാർട്ടിക്കുള്ളിൽ കലാപം. നോക്കൂ, എവിടെ നോക്കിയാലും പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. ഏത് ദുഃഖങ്ങൾ മാത്രമേ സമ്മാനിക്കുന്നുള്ളൂ. അപ്പൊ ദുഃഖാണ്, ടെൻഷനാണ് കൂടുതൽ എന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. വല്ലൈലി വദ്ദുഹ വല്ലൈലി ഇദാ സജാ. സുമ്മ ബഅദ ദാലിക, പിന്നെ ഈ 300 കൊല്ലത്തെ ഈ ദുഃഖത്തിന്റെ വർഷം കഴിഞ്ഞതിന് ശേഷം അർശിന്റെ വലതുഭാഗത്ത് വേറൊരു കാർമേഘം, വമാമത്തുൻ ബൈദാ, വേറൊരു കാമറും. ആ കാർമേഘം വെളുത്ത കാർമേഘാണ്, കറുത്തതല്ല. കറുത്തപ്പും ദുഃഖത്തിന്റെതാണല്ലോ സൂചിപ്പിക്കുന്നത്. വനാദത്ത് മാതാ അംതിർ, ഞാൻ എന്താണ് വർഷിക്കേണ്ടത്? ഫൗജീബത്ത് അന്നം തിരിയ സൂറസാ, 1 മണിക്കൂർ സന്തോഷം ചൊരിഞ്ഞോളൂ. 1 മണിക്കൂർ. മറ്റേത്രയാണ് 300 കൊല്ലം. എത്ര പ്രാവശ്യം? 300 കൊല്ലം 100 300 കൊല്ലം ആവർത്തിച്ചു എന്നാണ്. ഇവിടെ ആകെയുള്ളതോ സന്തോഷം പെയ്യുന്നത്, വർഷിക്കുന്നത് ആകെ 1 മണിക്കൂർ. അതുകൊണ്ടാണ് സഹോദരന്മാരെ, فلهذا السبب ترى الغموم والأحزان دائما والسرور قليلا ونادرا. അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞത്, പരിഹാദ സബബി, ഈ കാരണം കൊണ്ടാണ്, തറൽ ഗുമൂമ, ഒമ്മുകളെ നിനക്ക് കാണാം, അല്ലെങ്കിൽ തുറൽ ഗുമൂമാകും, ഒമ്മുകളെ കാണപ്പെടും, വല്ലഹ്സാനു, ദുഃഖങ്ങളെയും. എപ്പോഴും ദുഃഖമാണ്, എവിടെ നോക്കിയാലും പ്രശ്നമാണ്. ഒരു പ്രശ്നം കഴിയുമ്പോൾ മറ്റൊരു പ്രശ്നം, ഒരു ഫിത്തന കഴിയുമ്പോൾ മറ്റൊരു ഫിത്തന, അങ്ങനെ ദുഃഖങ്ങളും ടെൻഷനുകളുമായി എങ്ങനെ കഴിഞ്ഞുകൂടുന്നു. വസ്സുറൂറു, സന്തോഷത്തെ കാണപ്പെടും. ഖലീലം വനാദിറാ. അപ്പൊ അതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വദ്ദുഹാ വല്ലൈലി ഇദാ സജാ എന്ന് പറഞ്ഞത്. സഹോദരന്മാരെ, ഇനി നോക്കൂ, ഇനി അടുത്തത് മാ വദ്ദഅക റബ്ബുക. നബിയെ, ഇനി അതുമായി ബന്ധപ്പെട്ട് ധാരാളം പറയാനുണ്ട് കേട്ടോ. ഞാൻ മറ്റേ ആയത്തിലേക്ക് കിടക്കണം. മാ വദ്ദഅക, നബിയെ തങ്ങളെ ഒഴിവാക്കിയിട്ടില്ല. ഐ മാ തറക്കക, നബിയെ തങ്ങളെ ഒഴിവാക്കിയിട്ടില്ല. റബ്ബുക, തങ്ങളുടെ രക്ഷിതാവ്. വമാ ഖല, നബിയെ തങ്ങളോട് ദേഷ്യം വെച്ചിട്ടുമില്ല. കണ്ട, ഈ വദ്ദഅ എന്ന് പറഞ്ഞാൽ ഒദിയത്ത് വിദാഴ് എന്നൊക്കെ നമ്മൾ കേട്ടില്ല. വിദാഴിന്റെ തവാഫ് നമ്മൾ കേട്ടില്ല. വിദാഴിന്റെ തവാഫ് അതിന് പോന്നാണ്. തൗദീഅ് എന്നതിന് പോന്നാണ്. വിദാഴിന്റെ മുബാലഗത്തിന്റെ പ്രയോഗമാണ് തൗദീഅ് എന്ന് പറഞ്ഞത്. ഒഴിവാക്കുക, ഉപേക്ഷിക്കുക. ഇവിടെ പിന്നെ വമാ ഖലാക്ക എന്ന് പറഞ്ഞില്ല അല്ലെ? മാ വദ്ദഅക റബ്ബുക, തങ്ങളുടെ രക്ഷിതാവ് തങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല. വമാ ഖലാക്ക, തങ്ങളോട് ദേഷ്യം പിടിച്ചിട്ടില്ല എന്ന് പറഞ്ഞില്ല. പല കാരണങ്ങളായി പറയുന്നുണ്ട്. ഒന്ന് നോക്കൂ നിങ്ങള്, ഉദിഫത്തിൽ കാഫു ഇക്തിഫാഅൻ ബിൽ കാഫിൽ ഊലാന്നാണ്. ഒന്നാമത്തെ കാഫിനെ കളയപ്പെട്ടത്, രണ്ടാമത്തെ കാഫിനെ കളയപ്പെട്ടത് ഒന്നാമത്തെ കാഫോട് മനസ്സിലാവുമല്ലോ. കാരണം ലിഅന്ന റൂസൽ ആയാതി ബിൽ യായിയാണ്. എങ്ങനെ നമ്മൾ ആയത്തിൽ വദ്ദുഹ യായ്, വല്ലൈലി ഇദാ സജാ അതും യായ്, മാ വദ്ദഅക റബ്ബുക വമാ ഖലാ അവിടെയും യായ്,
വലല്ലാഖിറതു ഖൈറുൽ ലക മിനൽ ഊല, അങ്ങനെ നോക്കി എല്ലാം യാവ് കൊണ്ട് അവസാനം പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയ്യത്ത് വരെ, വസിയ്യത്ത് പിന്നെ അവിടെ വേറെ വിഷയം അതുകൊണ്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യണ്ട, അതിവിടെ പരാമർശിക്കേണ്ട ആവശ്യമില്ല കണ്ടാ. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു, ആയത്തുകൾ യാവ് കൊണ്ട് അവസാനിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്തു, അവിടെ കാഫിനെ കളഞ്ഞു എന്നാണ്. മറ്റൊരു ഫായിദ എന്താണെന്നറിയോ, ഇവിടെ എഴുതി ആരാ അടിച്ചിട്ടുണ്ട് നോക്കി നിങ്ങൾ. ഇവിടെ ഒരു ഫായിദ പറയും നോക്കൂ, അല്ലാഹുവിന്റെ റഹ്ഫത്ത് നോക്കി നിങ്ങൾ. ഇവിടെ കല എന്ന് പറഞ്ഞ് ഇത്തിലാഖിന് പറഞ്ഞ കലാക്കാന്ന് പറഞ്ഞില്ല. കല തങ്ങളോട് ദേഷ്യം പിടിച്ചിട്ടില്ല എന്ന് പറയാതെ ദേഷ്യവും പിടിച്ചിട്ടില്ല എന്നേ പറഞ്ഞത്. എന്താ കാരണം? ഫായിദത്തുൽ ഇത്തിലാഖ് അന്നഹു മാ കലാക വലാ കല, വലാ കല അഹദും മിൻ അസ്ഹാബിക വലാ അഹദും മിമ്മൻ അഹബ്ബക ഇലാ ഖിയാമിൽ ഖിയാമ. കണ്ട സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യോട് ഖിയാമത്ത് നാൾ വരെ ഒരാളും ചെയ്യൂല. അപ്പൊ അങ്ങനെയുള്ളത് അവിടെ ഇവിടെ കലാക്ക എന്ന് പറയാതെ വലാ കല അഹദം മിൻ അസ്ഹാബിക വലാ അഹദം മിമ്മൻ അഹബ്ബക ഇലാ ഖിയാമിൽ ഖിയാമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ നിന്ന് ഖിയാമത്ത് നാൾ വരെ നബിയെ തങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരാളോടും അള്ളാഹ്ക്ക് ദേഷ്യം ഉണ്ടാവൂല എന്നാണ്. അതിലേക്ക് സൂചിപ്പിക്കാനാ ഒലാ കല എന്ന് പറഞ്ഞു, ഒലാ കലാക്ക എന്ന് പറഞ്ഞില്ല. അത് നമ്മുടെ ഈ ഉമ്മത്തിന്റെ ഒരു പ്രത്യേകതയാണ്. നോക്കി നിങ്ങൾ, അവിടുത്തെ അസ്ഹാബിൽ നിന്നുള്ള ഒരാളോടും അള്ളാഹ്ക്ക് ദേഷ്യം ഉണ്ടാവൂല. വലാ അഹദം മിമ്മൻ അഹബ്ബക ഇലാ ഖിയാമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ നബിയെ അങ്ങയോട് ഇഷ്ടമുള്ള ഒരൊറ്റ ആളോടും അള്ളാഹ്ക്ക് ദേഷ്യം ഉണ്ടാവൂല. ആ ഇഷ്ടാണ് സ്വലാത്ത് എന്ന് പറഞ്ഞത്. ആ ഇഷ്ടമാണ് ആധാറുകളെ ബഹുമാനിക്കുക എന്നുള്ളത്. ആ ഇഷ്ടമാണ് ഷഹർ മുബാറക്കുകളെ ബഹുമാനിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ആക്ഷേപിച്ചു പോകണ്ട. മനസ്സിലായ പറയുന്നത്? ഏതൊരാളെയാണ് ഇഷ്ടപ്പെടുന്നത് അവരോട് കൂടെയായിരിക്കും. നോക്കൂ, അപ്പോ അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വമാ കലാക എന്ന് പറയാതെ വമാ കല എന്ന് പറഞ്ഞത്. ഇന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇത് പിന്നെ ഇങ്ങനെ പിന്താനുള്ള കാരണം എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞു. അതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. മനസ്സിലായ? പിന്നെ വലൽ ആഖിറത്തു ഖൈറുൻ ലക മിനൽ ഊല, അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. മനസ്സിലായ? 10 മിനിറ്റ് കൂടി ഉണ്ട്. വലൽ ആഖിറത്തു, ആഖിറമാകുന്ന ജീവിതം, ഖൈറുൻ ഖൈറാണ്, ലക തങ്ങൾക്ക്, മിനൽ ഊല ദുന്യാവിനേക്കാൾ. ആദ്യം പിന്നെ പറയുന്ന ആഖിറം ഇതിനേക്കാൾ ദുന്യാവിനേക്കാൾ വലിയ എന്താണ് നല്ലത്, അതാണെന്നാണ്. ആഖിറം ദുന്യാവിനേക്കാൾ നല്ലതാകുന്നു. എത്ര വിശദീകരണ പണ്ഡിതന്മാർ അതിന് പറയുന്നല്ലോ നിങ്ങൾ. അപ്പൊ മാ വദ്ദഅക റബ്ബുക വമാ ഖല എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊല എന്നാണ്. അതാണ് പറയുന്നത് അന്ന ഇൻഖിതാൽ വഹി മുറിയുക എന്ന് പറയുന്നത് ലാ യജൂസു അൻ യകൂന ലിഅന്നഹു അസല അനിൻ നുബുവതി. നുബുവത്തിനെ തൊട്ട് നുബുവത്ത് നീങ്ങിപ്പോയി എന്നതിലേക്ക് ഒരിക്കലും അറിയിക്കുന്നില്ലത് വഹി മുറിയാന്നുള്ളത്. ബൽ അൻ യകൂന ദാലിക ലിഅന്നഹു ഹസലൽ ഇസ്തിഗ്നാഉ അനി റിസാലത്തി, റിസാലത്ത് അവസാനിച്ചു എന്നതിലേക്ക് അപ്പൊ സൂചിപ്പിക്കുള്ളൂ. വഹി നിന്ന എന്തൊന്നും റിസാലത്ത് അവസാനിച്ചു എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. അത് റിസാലത്ത് അവസാനിക്കുക എന്നുള്ളത് വദാലിക അമാറത്തുൽ മൗതി, അത് മരണത്തിന്റെ സൂചനയാണ്. അതല്ല ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫതഹ് എന്ന് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്ത് വഹി ദിവ്യ സന്ദേശം അവസാനിച്ചു എന്നതിലേക്ക് സൂചനയുള്ളത്. അപ്പൊ വഹി നിശ്ചലമാകുക എന്ന് പറഞ്ഞത് അതൊരിക്കലും തന്നെ തങ്ങളുള്ള ദേഷ്യം കൊണ്ടോ
തങ്ങളെ ഒഴിവാക്കിയതുകൊണ്ടോ അല്ല. എന്താണത്? അത് വഹി നിന്നുപോയി എന്നതിലേക്ക് എന്നെ അറിയിക്കാനേ ഉള്ളൂ. കാരണം ആ വഹി നിൽക്കൽ എന്ന് പറയുന്നത് അമാറത്തുൽ മൗത്തി, മരണത്തിന്റെ സൂചനയാണ്, അടയാളമാണ്. അപ്പൊ ഏത് പ്രകാരമായി? അന്നഹു യുഖാൽ, പറയപ്പെട്ടതുപോലായി. ഇൻഖിതാഉൽ വഹി, വഹി മുറിയുക എന്ന് പറയുന്നത് മതാ ഹസല, അതുണ്ടാവുകയാണെങ്കിൽ ദല്ല അലൽ മൗത്തി, മരണത്തിന്റെ മേൽ അതറിയിക്കും. അതാ അപ്പോ നമുക്ക് മനസ്സിലാക്കാം ലാക്കിന്നൽ മൗത്ത ഖൈറുൽ ലക. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം നബിയെ തങ്ങൾക്ക് മൗത്താണ് ഖൈറുൽ ലക, തങ്ങൾക്ക് ഏറ്റവും ഖൈറായത്. കണ്ട, കാരണം അള്ളാഹുവിനോട് അടുത്ത ആളുകൾക്ക് എപ്പോഴും അള്ളാഹുവിലേക്ക് ചെന്ന് ചേരാനാണ് ഇഷ്ടമുണ്ടാവുക. നോക്കൂ സഹോദരന്മാരെ, ഫൈന്ന മാലക്, അപ്പോൾ തങ്ങൾക്കുള്ള ഒന്ന് ഇൻദല്ലാഹി, അള്ളാഹുവിന്റെ അരികിൽ തങ്ങൾക്ക് തയ്യാറാക്കപ്പെട്ടത്, ഫിൽ ആഖിറത്തി, ആഖിറത്തിൽ തങ്ങൾക്ക് തയ്യാറാക്കപ്പെട്ടത്, ഖൈറുൻ വഅഫ്ദലു, അതാണ് ഏറ്റവും ഖൈറായത്, മിമ്മാ ലക ഫിദ്ദുനിയാ, ദുനിയാവിലുള്ളതിനേക്കാൾ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മരണത്തിലേക്ക് സൂചന ഇതുകൊണ്ട് കിട്ടുള്ളൂ, അല്ലാതെ നബിയെ തങ്ങൾ ഒഴിവാക്കിയെന്നോ തങ്ങളോട് ദേഷ്യം വെച്ചെന്നോ എന്നൊന്നും കിട്ടുകയില്ല. ഈ മരണത്തിലേക്ക് സൂചന നൽകുന്നു. ഈ മരണമാണെങ്കിലോ അത് തങ്ങളുടെ ദുന്യവിയായ ജീവിതത്തെക്കാൾ ഏറ്റവും ഖൈറായതാണ്. മനസ്സിലായോ? മുന്നിട്ട് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയണേ, എന്റെ ഈ ആയത്തിന് ഒരു തഫ്സീർ മൂപ്പര് പറയണം. വസാലിസുഹ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. എന്ത്? മാ യഖ്തുറു ബിബാലി, എന്റെ ചിന്തയിൽ കടന്നുകൂടുന്ന ഒന്ന്, വഹുവ അൻ യകൂനൽ മഅന വലിൽ അഹ്വാലിൽ ആത്തിയാത്ത്, വരാൻ പോകുന്ന ഏത് ജീവിതം ഉണ്ടല്ലോ, ആഖിറത്തെ ജീവിതം, അല്ല വരാൻ പോകുന്ന ജീവിതം, ദുനിയാവിൽ തന്നെയുള്ള വരാൻ പോകുന്ന ഓരോ ദിവസങ്ങൾ, ഇങ്ങനെ കടന്നു പോകുന്ന ജീവിതങ്ങളുണ്ടല്ലോ, ആ ജീവിതങ്ങൾ ഖൈറുൻ ലക മിനൽ മാദിയ, കഴിഞ്ഞുപോയതിനേക്കാൾ ഖൈറാണ് എന്നൊരർത്ഥം കൂടി ഇതിനുണ്ട്. അപ്പൊ എന്തായി അർത്ഥം? വലൽ ആഖിറത്തു, വരാൻ പോകുന്ന ഓരോ ദിവസങ്ങളും ഖൈറുൻ ലക മിനൽ ഊല, കഴിഞ്ഞുപോയ ഓരോ ദിവസങ്ങളെക്കാളും ഖൈറാണ്. കണ്ടാ? അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെ പറഞ്ഞതുപോലെയായി, കമാ അന്നഹു തആല വഅദഹു ബിഅന്നഹു സയസീദുഹു കുല്ല യൗമിൻ ഇസ്സൻ ഇലാ ഇസ്സിൻ വമൻസിബൻ ഇലാ മൻസിബ്. കണ്ടാ? ഓരോ ദിവസവും കഴിയുമ്പോൾ നബിയെ തങ്ങൾക്ക് ഇസ്സത്ത് ഇങ്ങനെ കൂടി 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 വരും. അങ്ങനെ ഉണ്ടായത്? കൂടിക്കൂടി വരികയാണ് ഇസ്സത്ത്. നമ്മൾ എ പി സാദിന്റെ നമ്മളെ സമസ്തയുടെ ചരിത്രം പരിശോധിച്ചു, അങ്ങനെ തന്നെ ഉണ്ടായത്. ഇസ്സത്തുകൾ ഇങ്ങനെ കൂടിക്കൂടി ഓരോ ദിവസവും എതിർത്തവരും നിഷേധിച്ചവരും കല്ലെറിഞ്ഞവരും കൂക്കി വിളിച്ചവരും ഒക്കെയും അംഗീകരിക്കുന്ന അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അന്നും അസൂയാലുക്കളായ ആളുകൾ അന്നും ഇന്നും ഒരേ രീതി എന്ന് എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട നിങ്ങൾ സഹോദരന്മാരെ. അപ്പൊ ഇത് വലൽ-ആഖിറത്തു ഖൈറുൻ ലക മിനൽ ഊല എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഓരോ ദിവസവും കടന്നു പോകുമ്പോഴും ആ ദിവസങ്ങളൊക്കെ കുല്ല യൗമിൻ ഇസ്സൻ ഇലാ ഇസ്സിൻ വമൻസിബൻ ഇലാ മൻസിബിൻ, അന്തസ്സും അഭിമാനവും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും നബിയേ എന്നതിലേക്ക് സൂചനയാണ്. ഇനി മറ്റൊരർത്ഥമുള്ളത്, അതും നമുക്ക് ഇഷ്ടപ്പെടുന്നതാണത്. മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി ആണെന്ന് തോന്നുന്നു പറയുന്നത് കാണാൻ കഴിയും. യജ്തമിഉ ഇൻദക ഉമ്മത്തുക, നബിയെ തങ്ങളുടെ ഉമ്മത്ത് തങ്ങളുടെ അടുത്ത് ഒരുമിച്ചുകൂടും. എപ്പോഴും ആഖിറത്തിൽ, വലൽ-ആഖിറത്തു, ആഖിറമാകുന്ന ജീവിതം, അത് ഖൈറുൻ ലക മിനൽ ഊല, ദുന്യാവിലെ ഉമ്മത്തുകളൊന്നും ഒരുമിച്ചു കൂടുന്നില്ലല്ലോ. സഹാബത്ത് മാത്രമല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് ഒരുമിച്ചു കൂടിയിട്ടുള്ളൂ. പിന്നീട് വന്ന താബികളും താബികളും അതിനുശേഷം വന്ന ആളുകളുമൊക്കെയും അവരൊന്നും നബിയെ ഹയാത്തിൽ ഒരുമിച്ചു കൂടിയിട്ടില്ലല്ലോ. അതുകൊണ്ട് നബിയെ തങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെടുന്നവിടത്ത് ഉമ്മത്തുണ്ടല്ലോ, ആ ഉമ്മത്ത് യജ്തമിഉ ഇൻദക ഉമ്മത്തുക,
തങ്ങളുടെ ഉമ്മത്ത് ഒരുമിച്ച് കൂടും ആഖിറത്തില്, അത് ഖൈറുൽ ലക മിനൽ ഊലാ, ഈ ദുനിയാവിലുള്ളതിനേക്കാൾ ഏറ്റവും ഖൈറാണ്. നമ്മൾ ഗൾഫിൽ നിന്ന് ചെല്ലുമ്പോ, ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് പോകുമ്പോൾ എല്ലാവരും നമ്മുടെ വീട്ടിൽ വന്നിരിക്കും. സഹോദരിമാരെ മക്കള്. എന്തിനാണത്? സന്തോഷത്തിൽ പങ്കുചേരാനാണ്. അത് വല്ലാത്ത സന്തോഷല്ലേ? ഗൾഫ് ജീവിതത്തെക്കാൾ ഏറ്റവും ഖൈറ് ദുനിയാഖിറത്തെ അവിടുത്തെ നാട്ടിലെ ജീവിതമാണെന്ന് പറയുന്നത് പോലെ ആഖിറത്തിലെ ജീവിതം നബിയേ തങ്ങളുടെ ഉമ്മത്തുകളോട് കൂടെയുള്ള ജീവിതമാണ്. അത് ഏറ്റവും ഖൈറായ ജീവിതമാണ് നബിയേ. കൽ ഔലാദി. കാരണം എന്താണെന്നറിയോ? ഇത് ഉമ്മത്തുക്ക, തങ്ങളുടെ ഉമ്മത്ത് കൽ ഔലാദി, മക്കളെ പോലെയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ റൂഹിയായ പിതാവാണല്ലോ. ആ പിതാവിനാണല്ലോ ജസദിയായ പിതാവിനേക്കാൾ ഏറ്റവും നമ്മുടെ നമ്മൾ ഉണ്ടാക്കിയ പിതാവിനേക്കാൾ ഏറ്റവും മുൻഗണന റൂഹിയായ ആത്മീയമായ പിതാവിനാണല്ലോ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ കൽ ഔലാദി, മക്കളെ പോലെയാണ്. സഹോദരന്മാർ നോക്കി നിങ്ങൾ, അള്ളാഹുവിന്റെ റസൂലാണെങ്കിലോ ഈ മക്കൾക്കുള്ള പിതാവുമാണ്. അപ്പൊ ആ പിതാവും മക്കളുമുള്ള ഈ സമ്മേളനം അത് വലിയ സന്തോഷമല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ഇഷ്ടപ്പെട്ടിരുന്നു അവിടുത്തെ ഉമ്മത്തിനെ. അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത് വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ. ഇന്നും കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്തട്ടാ. നോക്കി, മറ്റൊരർത്ഥം പറയുന്നത് ലിയന്ന ഫിദ് ദുനിയാ കുഫാറുൻ, ദുനിയാവിൽ കാഫിരീങ്ങളുണ്ട്. യുത്ഇനൂന ഫീക, തങ്ങളെ കാര്യത്തിൽ അവർ തഅനി ചെയ്തുകൊണ്ടിരിക്കുന്നു. ലോകത്ത് കാഫിരീങ്ങളായ ആളുകൾ നബിയെ തങ്ങളെ തഅനി ചെയ്യുന്നുണ്ട്, കുറ്റം പറയുന്നുണ്ട്, ആക്ഷേപിക്കുന്നുണ്ട്, ഭീകരവാദിയാണെന്ന് പറയുന്നുണ്ട്, സ്ത്രീലംബടനാണെന്ന് പറയുന്നു, അഊദു ബില്ലാഹ്, സ്ത്രീലംബടനാണെന്ന് പറയുന്നുണ്ട്, തീവ്രവാദിയാണെന്ന് പറയുന്നുണ്ട്. അതേപോലെ പല നബിയെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു കാഫിരീങ്ങളായ ആളുകൾ. അമ്മാ ഫിൽ ആഖിറത്തി, ദുനിയാവിൽ അങ്ങനൊക്കെ നടക്കുന്നുണ്ടെങ്കിലും അമ്മാ ഫിൽ ആഖിറത്തി, അപ്പോൾ ആഖിറത്തിൽ ഫഅജ്അലു ഉമ്മതക, നബിയെ തങ്ങളുടെ ഉമ്മത്തിനെ നാമാക്കും, ശുഹദാ അലൽ ഉമം, മറ്റു ഉമ്മത്തിന്റെ മേൽ സാക്ഷികളാക്കും. എന്താ? അപ്പൊ അതാണ് അല്ലാഹ് പറയുന്നത് വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ. എന്താ? ആഖിറത്തിൽ താഴൊന്നും ഉണ്ടാവൂല, കുറ്റം പറിച്ച് ആക്ഷേപമൊന്നും ഉണ്ടാവൂല. വഅജ്അലുക, തങ്ങളെ നാമാക്കും നബിയെ ഷഹീദൻ അലൽ അംബിയായി, അംബിയാക്കളുടെ മേൽ സാക്ഷിയാക്കും. അങ്ങനെ ഉണ്ടാവും നാളെ ആഖിറത്തിൽ. സുമ്മ അജ്അലു ദാത്തി, പിന്നെ എന്റെ ദാത്തിനെ നാമാക്കും ഷഹീദൻ ലക, തങ്ങൾക്കുള്ള സാക്ഷിയാക്കും. നോക്കൂ സഹോദരന്മാരെ, അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ. ഇവിടെ വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ എന്നാ പറഞ്ഞത്. വലൽ ഖൈറുൽ ലക്കും എന്ന് പറഞ്ഞില്ല. വലം യകുൽ ഖൈറുൽ ലക്കും, നിങ്ങൾക്ക് എന്ന് പറയാതെ ലക എന്ന് പറഞ്ഞ എന്തുകൊണ്ടാ? ഈ ഇതിലിപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തുകളൊക്കെ ഇതിൽ പെടുമല്ലോ. പിന്നെ അവിടെ ഖൈറുൽ ലക്കും, നിങ്ങൾക്ക് എന്ന് പറയാതെ ലക, നിനക്ക് എന്ന അർത്ഥത്തിനാണത് വരിക. അതിനുള്ള മറുപടി ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു ലിഅന്നഹു കാന ഫീ ജമാഅത്തിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജമാഅത്തിലുണ്ട്, സംഘത്തിലുണ്ട് മൻ കാനത്തിൽ ആഖിറത്തു ശർറൻ ലഹു, ആഖിറം ശർറാവുന്ന ഒരു വിഭാഗമുണ്ട്. ഫലൗ അന്നഹു സുബ്ഹാനഹു വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്മമ, അല്ലാഹു വലൽ ആഖിറത്തു ഖൈറുൽ ലക്കും എന്ന് എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾക്കെല്ലാവർക്കും ഖൈറുണ്ട് എന്ന് പറയുകയാണെങ്കിൽ എന്തായി പോകും? ലഖാന കദിബൻ, അത് കദിബായി പോകും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ തന്നെ ഷർറ് കിട്ടുന്ന, നരകത്തിൽ കടക്കുന്ന ആളുകളുണ്ട്. അത് പിന്നെ ദഅവത്തിന്റെ ഉമ്മത്തായാലും വിജാബത്തിന്റെ ഉമ്മത്തായാലും ഏതാവട്ടെ. എന്നാൽ ഇവിടെ അല്ലാഹുവിന് വഴിപ്പെടുന്ന ആളുകൾ എന്ന് പ്രത്യേകം പറഞ്ഞാലോ അപ്പോഴും പ്രശ്നമാവും. വലൗ ഖസ്സസൽ മുതീഈന ബിദ്ദിക്രി വലൽ ആഖിറതു ഖൈറുൽ ലിൽ മുതീഈന
വഴിപ്പെട്ടവർക്ക് ഖൈറുണ്ട് എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് പറഞ്ഞിരുന്നുവെങ്കിൽ ലഫ്തലഹൽ മുദിനിബൂന വൽ മുനാഫിഖൂൻ, ആ വാക്ക് ദോഷികളായ പാപികളായ ആളുകൾക്ക് മോശത്തരമാണ്. കണ്ട എത്ര ഒരു റഫത്താണ് അല്ലാഹുവിന്റെ, നിങ്ങൾ ആലോചിച്ച് നോക്കിയത്. ഇത് പറഞ്ഞിട്ട് മഹാന്മാരായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. അപ്പോ അത് ഖുർആനിലൊക്കെ പരിശോധിച്ചു നോക്കി അങ്ങനെ കാണാൻ കഴിയുക. ആളുകളെ മോശാക്കി പറയുന്ന സ്ഥലമാണെങ്കിൽ വ്യക്തിയുടെ പേരവിടെ പരാമർശിക്കൂല. അത് ഖുർആന്റെ ഒരു പ്രത്യേകതയാണ്. ഇവിടെ അങ്ങനെ തന്നെ ഉണ്ടായത്. മുത്തഈന എന്ന് പറയുമ്പോൾ ദോഷികളായ ആളുകൾ എന്തായി പോകും, അവര് മോശക്കാരാവൂലേ? ആ പ്രത്യക്ഷത്തിൽ അവരെ മോശമാക്കണ്ട എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് പറഞ്ഞത്. വലൽ ആഖിറത്തു ഖൈറുൽ ലക എന്ന് പറഞ്ഞത്, ലക്കും എന്ന് പറയാതെ. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം ഉണ്ടല്ലോ, അത് പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. മൂസാ നബി അലൈഹി ഇസ്ലാം പിന്നെ ഒരിക്കല് മഴ തേടി നിസ്കരിക്കാൻ വേണ്ടി പുറപ്പെട്ടൊരു കഥ പറയുന്നുണ്ട്. അങ്ങനെ ആയിരക്കണക്കിന് ആളുകളുമായി മഴയെ തേടി നിസ്കരിക്കാൻ വേണ്ടി മൂസാ നബി അലൈഹി ഇസ്ലാം പുറപ്പെട്ടു. 3 ദിവസം അങ്ങനെ പോയി എന്ന് പറഞ്ഞത്. ഫലം യജിദുൽ ഇജാബ, അവര് ഉത്തരം കിട്ടിയില്ലാണ്. ഉത്തരം അവർക്ക് കിട്ടിയില്ല. 3 ദിവസം മഴ തേടിക്കൊണ്ട് അവർ മഴ തേടി നിസ്കരിച്ചു, മഴ തേടി. പക്ഷേ അവർക്ക് എന്തായില്ല, ഉത്തരം കിട്ടി. നിങ്ങൾ കേൾക്കുന്ന കഥ തന്നെയാണ്. മൂസാ അലൈഹിസ്സലാം, അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചോദിച്ചു, അനിസ്സബബിൽ മൂജിബിലി അദമിൽ ഇജാബ, എന്തേ ഉത്തരം കിട്ടാത്തത് എന്ന് ചോദിച്ചു. ഖാല, അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലാ ഉജീബുക്കും മാ ദാമ മഅകും സാഇം ബിൻ നമീമാ. നഊദു ബില്ലാഹ്. ജനങ്ങളുടെ ഇടയിൽ ഫിത്നയുണ്ടാക്കാൻ വേണ്ടി പുറപ്പെട്ട ആള് നിങ്ങളെ കൂടെയുള്ളതോടുകൂടെ നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകില്ല. അതുകൊണ്ടാണ് നമ്മൾ STV എന്ത് ചെയ്ത് മാറ്റി നിർത്തിയത്. മനസ്സിലായ? നിങ്ങളെ കൂടെ നമീമത്ത് പിന്നെ പറഞ്ഞ് ഭിന്നതയുണ്ടാക്കി പ്രസ്ഥാനത്തിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആള് ഉള്ള കാലത്തോളം നിങ്ങളുടെ ദുആക്ക് ഞാൻ ഉത്തരം നൽകില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അങ്ങനത്തെ ആളെ നമുക്ക് ഏറ്റിക്കൊണ്ടിറക്കാൻ പറ്റുമോ സുഹൃത്തുക്കളെ? എന്ത് ന്യായീകരണം പറഞ്ഞാലും ശരി, ആര് ചതിച്ചാലും ശരി, ഇങ്ങനെയുള്ളൊരു വഞ്ചന നടത്തിയ ഒരു വ്യക്തിയെ നമുക്കെങ്ങനെ കൊണ്ടു നടക്കാൻ കഴിയും? STVക്ക് ഒരു നിലപാടില്ലേ? ആ നിലപാട് STV സ്വീകരിച്ചു. ഇനി ആര് എങ്ങനെ എന്ത് ആക്ഷേപം പറഞ്ഞാലും ശരി. ഫസഅല മൂസ മൻ ഹുവ, അപ്പൊ മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, ആളാരാണ്? ആളെ പേര് നമ്മളോട് പറയണ്ടല്ലോ. ആളാരാണ് എന്ന് ചോദിച്ചു. ഫഖാല, അപ്പോൾ അല്ലാഹു പറയുകയാണ്, അതാ പറഞ്ഞത്, ആരുടെയും ഐബ് പറയരുത്. നല്ലൊരു പാടാതി. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നി അബ്ഗദുഹു, ഞാനത് ഇഷ്ടപ്പെടുന്നില്ല. ഫകൈഫ അഅമലു അമലഹു, ഞാനെങ്ങനെ ഓന്റെ പ്രവർത്തനം ഞാൻ പറയാം? അപ്പൊ അതുകൊണ്ട് നമ്മള് പറയുമ്പോൾ ആളെ പേരൊന്നും പറയേണ്ട ആവശ്യമില്ല. അല്ലാഹു പറയുന്നതാണ്, ഞാനെങ്ങനെ ഓന്റെ പ്രവർത്തനം ഞാൻ ചെയ്യാം, അതുകൊണ്ട് ഞാൻ അത് ഇഷ്ടപ്പെടുന്നില്ല ആളെ വ്യക്തമാക്കാൻ. അപ്പൊ നമ്മൾ വിമർശിക്കുമ്പോഴും ആളെ പേര് പറഞ്ഞുകൊണ്ട് വിമർശിക്കരുത്, ആളെ ഐബാക്കരുത്. എത്ര മോശക്കാരനാണെങ്കിലും ശരി. അങ്ങനെ നോക്കൂ നിങ്ങൾ. ഫമാ മദത്ത് മുദ്ദത്തുൻ ഖലീലത്തുൻ, കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ നസലൽ വഹിയു, വഹി വരുന്നു, ബിഅന്ന ദാലിക നമ്മാം ഖദ് മാതാ, ആ നമ്മാമത മരിച്ചു പോയിരിക്കുന്നു. വഹാദാ ജനാസതുഹു ഫീ മുസല്ല, അവന്റെ ജനാസ യഥാ മുസല്ലയിൽ കിടക്കുന്നു. എന്നാലും ആളെ കാണിച്ചു കൊടുക്കുന്നില്ല അല്ലാഹു സുബ്ഹാനഹു വ തആല. മൂസാ നബി അലൈഹിസ്സലാം പോവുകയാണ്. ഫദഹബ മൂസാ അലൈഹിസ്സലാം ഇലാ തിൽക്കൽ മുസല്ല, മൂസാ നബി അലൈഹിസ്സലാം മുസല്ലയിലേക്ക് പോവുകയാണ്.
ഫൈദം ഫീഹാ 70 മിനൽ ജനാസ. കണ്ടാ, അവിടെ ചെന്ന് നോക്കുമ്പോൾ ഈ നമ്മാമിനെ കാണുന്നില്ല. അവിടെ ചെന്ന് നോക്കുമ്പോൾ 70 മയ്യത്തുകൾ അവിടെ കിടക്കുന്നുണ്ട്. നമ്മാമിനെ കാണിച്ചു കൊടുക്കുന്നില്ല. കൊണ്ട നിങ്ങള് അതുകൊണ്ട് സുഹൃത്തുക്കളെ, എന്നോട് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് തോന്നുന്നത് പറയുന്നുണ്ട്, ഫഹാദാ സത്റുഹു അലാ അഅദാഇഹി. അള്ളാഹുവിന്റെ ശത്രുവിന്റെ പേരിൽ തന്നെ ഇങ്ങനെ അള്ളാഹ് സത്ർ മറക്കുന്നുണ്ട് എങ്കിൽ ശരിക്കും ക്ലിപ്പുണ്ടാക്കുന്ന ആളുകൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണത്. അള്ളാഹുവിന്റെ ശത്രുവായ നമ്മാമിനെപ്പോഴും അള്ളാഹു സുബ്ഹാനഹു വ തആല മറച്ചു വെക്കുന്നുണ്ടെങ്കിൽ, സുബ്ഹാന ജല്ല ജലാലുഹു, അള്ളാഹുവിന്റെ ഔലിയാക്കൾ ഫകൈഫ അലാ ഔലിയാഇഹി, അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ നിന്ന് വല്ല ന്യൂനതയും വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ അള്ളാഹു മറച്ചു വെക്കും? പറയേണ്ടതുണ്ടോ? അള്ളാഹുവിന്റെ ശത്രുവായ നമ്മാമിൽ നിന്ന് നമ്മാമിനെ തന്നെ അള്ളാഹു മറച്ചു വെക്കുന്നു, കാണിച്ചു കൊടുക്കുന്നില്ല, അറിയിച്ചു കൊടുക്കുന്നില്ല, വ്യക്തമാക്കി കൊടുക്കുന്നില്ല എങ്കിൽ പിന്നെ അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ നിന്ന് വല്ലതും വന്നുപോയിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹ് തന്നെ മറച്ചു വെക്കുകയാണ്. അതുകൊണ്ട് ഈ അള്ളാഹുവിന്റെ ഔലിയാക്കൾ ആക്ഷേപിക്കാനും അധിക്ഷേപിക്കാനും അവരെ സംബന്ധിച്ച് മോശമായി ചിത്രീകരിക്കാനും നാമും ശ്രമിച്ചു പോകണ്ട. അള്ളാഹു രക്ഷിക്കട്ടെ. നോക്കൂ സഹോദരൻ, നിർത്തണേ, സമയം കുറയുന്നു അല്ലേ? ഇതിൽ നമ്മളിപ്പോ നൽകുന്ന പാഠം എന്താണ്? ഇതിൽ വലിയ ഒരു പാഠമുണ്ട്. തുമ്മ തഅമ്മൽ ഫഇന്ന ഫീ ദഖീഖത്തുൻ ലതീഫാ. നല്ലൊരു പാഠം ഇതിലുണ്ട്. എന്താണത്? ഇത് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ സമൂഹമാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ സമൂഹത്തിന് ആയിരക്കണക്കിന് ജനങ്ങൾ കൂട്ടത്തിലുണ്ടായിട്ട് ഒരു നമ്മാമുണ്ടായതുകൊണ്ട്, ഒരു ഏഷണിക്കാരൻ, ഒരു ഫിത്തനക്കാരുണ്ടായതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകിയില്ല. എന്നാൽ ഈ സമൂഹം അങ്ങനല്ലട്ടാ. റസൂലുള്ളാഹിന്റെ ഉമ്മത്തിന്റെ ഒരു പ്രത്യേകത തന്നെ മറ്റു സമുദായത്തിലുള്ളതിനേക്കാളുള്ള പ്രത്യേകത നമ്മുടെ സമുദായത്തിന് എന്താ? ദോഷികൾ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിലും ദുർബലരുടെയും പാവപ്പെട്ടവരുടെയും ബലഹീനന്മാരുടെയും കുട്ടികളുടെയും വയസ്സന്മാരുടെയും ദുആ കൊണ്ട് നമ്മൾ രക്ഷപ്പെടും. വഫീഹി ഇശാറത്തുൻ ഇലാ സിയാ ലൗലാ ശുയൂഖുൻ. റുക്കഉ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? വഫീഹി ഇശാറത്തുൻ ഇലാ സിയാദത്തി ഫളീലത്തി ഹാദിഹിൽ ഉമ്മ. ഈ ഉമ്മത്തിന്റെ ശ്രേഷ്ഠതയുടെ മേൽ അറിയിക്കുന്നുണ്ട്. ഇത് ഈ ഉമ്മത്തിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ദോഷികൾ കൂട്ടത്തിലുണ്ട് എന്ന് മനസ്സിലാക്കി ദുആക്ക് ഉത്തരം കിട്ടാതിരിക്കൂല. സുഹൃത്തുക്കളെ, എന്നാ നിങ്ങള് ഫഇന്നഹു തആല കാന യറുദ്ദുൽ ഉലൂഫ ലിമുദ്നിബിൻ വാഹിദിൻ. ഒറ്റ ദോഷിക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ആയിരങ്ങൾ എന്ത് ചെയ്തു? റദ്ദ് ചെയ്തു. ആയിരങ്ങളുടെ ദുആ സ്വീകരിച്ചില്ല മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ. എന്നാൽ വഹാഹുന, ഈ ഉമ്മത്ത്, ഈ സമുദായം, യർഹമുൽ മുദ്നിബീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല കരുണ ചെയ്യുന്നു. ലിമുതീഇൻ വാഹിദിൻ, ഒറ്റ മുത്തിയെ കൊണ്ട്, ഒരൊറ്റ പിന്നെ സ്വാലിഹായ മനുഷ്യരുണ്ടായ ആ സമുദായത്തിന് അല്ലാഹു ഗുണം ചെയ്യും. അത് ഈ ഉമ്മത്തിന്റെ പ്രത്യേകതയാണ്. അത് നമ്മൾ ജമാഅത്തിനെ സംബന്ധിച്ച് പറഞ്ഞെടുത്ത് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹീങ്ങളായ അടിമകളിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമയം കുറച്ച് വൈകിപ്പോയി, ക്ഷമ ചോദിക്കുന്നു. നമുക്ക് ഇൻഷാ അല്ലാഹ് നാളെ വലസൗഫ യുഅ്തീക റബ്ബുക ഫതർദാ എന്ന് പറയുന്ന ആയത്തെടുക്കാൻ വളരെ വിശദീകരിക്കാനുണ്ട്. അവിടെ അല്ലാഹു നമ്മൾ കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ എല്ലാ ദോഷങ്ങളും അല്ലാഹു ഉത്തരുമാറാവട്ടെ. നമ്മൾ കേട്ട ഇൽമുകളും പറഞ്ഞ ഇൽമുകളും അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അതനുസരിച്ച് ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ ഉണ്ടെങ്കിൽ ഉസ്താദുമാർക്ക് നിർത്തി തരണമെന്ന് അറിയിച്ചു നിർത്തുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.